ഹലോ മകളെ, വെൽക്കം ബാക്ക് ടു RKNX. ഇറ്റ്സ് മീ വടകൻ. ഇറ്റ്സ് മീ അഖിൽ. അപ്പൊ മക്കളെ, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ ഒരു റിസൾട്ട് അനാലിസിസുമായിട്ടാണ്. മറ്റൊന്നുമല്ല, SSLC എക്സാം 2026 റിസൾട്ട് നോക്കുന്ന സമയത്ത് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഹു സെക്യൂർഡ് A+ ഗ്രേഡിംഗ് സബ്ജക്ട്. ഓരോ സബ്ജക്റ്റിലും കൃത്യമായിട്ട് എത്ര കുട്ടികളാണ് A+ വാങ്ങിയിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ A+ ഏത് സബ്ജക്ട്, ഏറ്റവും കുറവ് A+ ഏത് സബ്ജക്ട്, പക്ഷേ നമുക്ക് നോക്കല്ലേ, ഒരു വിട്ടുവീഴ്ചയുമില്ല. നമ്മുടെ ഭാഷയ്ക്ക് തന്നെയാണ് നമ്മൾ എപ്പോഴും എന്ത് കൊടുക്കുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത്. യെസ്, മലയാളം ലാംഗ്വേജ് ലാംഗ്വേജിന്റെ പേപ്പർ 2 എന്ന് വെച്ചാൽ മലയാളം സെക്കൻഡ്. മലയാളത്തിന്റെ പേപ്പർ 2 2,82,242 ആൾക്കാരാണ് A+ അടിച്ചത്. ഒന്നാം സ്ഥാനത്ത് മലയാളം നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം നമ്മൾക്ക് IT. സാറേ, ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് IT ആയിരുന്നു ഫസ്റ്റ് അടിക്കുക. പക്ഷെ ഞങ്ങൾ ഐറ്റിനെ കടത്തി വെട്ടിച്ചുകൊണ്ട് മലയാളം സെക്കൻഡ്. വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ വ്യത്യാസമുള്ളൂ. 2,80,000 പിള്ളേര് നമ്മുടെ IT-ല് A+ 2000 വ്യത്യാസം അല്ലേ? ഏതാണ്ട് 2000. മൂന്നാം സ്ഥാനത്തേക്ക് കിടക്കുന്ന സമയത്ത് മലയാളം ഫസ്റ്റ്, അഥവാ നമ്മുടെ പേപ്പർ 1 ലാംഗ്വേജ് 1 അറബി ആവാം, സംസ്കൃതമാവാം, നമുക്ക് തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ലാംഗ്വേജസിനാണ്. IT ഒന്ന് മാറ്റി നിർത്തിയാൽ ലാംഗ്വേജസ് ആണ് ടോപ്പ് സ്ഥാനങ്ങളിലൊക്കെ വരുന്നത്. മലയാളം ഫസ്റ്റ്, മലയാളം സെക്കൻഡ് ഉണ്ട്. നാലാം സ്ഥാനത്തേക്ക് വരുമ്പോൾ ഹിന്ദി ഉണ്ട്. നാലാം സ്ഥാനത്തേക്ക് വരുമ്പോൾ ഹിന്ദി കറക്റ്റ് ആണ്. ഹിന്ദിയും ഉണ്ട്. പിന്നീട് വരുന്നുണ്ട് എന്താ, അടുത്തത് ഇംഗ്ലീഷ് അല്ല. അടുത്തത് വരുന്നത് നമ്മുടെ സ്വന്തം ബയോളജിയാണ്. ബയോളജി പ്രാവശ്യം എക്സാം കുറച്ച് ടഫാണെന്നൊക്കെ പറഞ്ഞെങ്കിൽ കൂടി പിള്ളേർ അടിപൊളിയായിട്ട്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ഓണം എക്സാം ആണെങ്കിലും ഡിസംബർ എക്സാം ആണെങ്കിലും അതുപോലെ തന്നെ മോഡൽ എക്സാമിലേക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ബയോളജി കുറച്ച് കട്ടിയായിരുന്നു. പ്രത്യേകിച്ച് എല്ലാവരും ബയോളജി സിമ്പിൾ ഒന്ന് മാറ്റി വെക്കും പരീക്ഷയ്ക്ക്. കഴിഞ്ഞ വർഷം ശരിക്കും ഞങ്ങൾ പല ക്ലാസ്സുകൾ പല സ്കൂളുകളിലും പോയ സമയത്ത് ക്ലാസ് എടുക്കാനൊക്കെ കുട്ടികളുടെ അടുത്തേക്ക് പോയ സമയത്ത് കുട്ടികൾ പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ അവർക്ക് മാത്സ് അല്ല വേണ്ടത്, അവർക്ക് ബയോളജി ആയിരുന്നു വേണ്ടത്. സോഷ്യലും ഇതേ അഭിപ്രായം വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ബുക്ക് മാറിയ സമയത്ത് സോഷ്യൽ കുറച്ചും കൂടെ ഒന്ന് ടഫ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ പഠിച്ചില്ലെങ്കിൽ A+ പണിയാവുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്. അടുത്തതിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്വന്തം ഇംഗ്ലീഷ് ആണ് അടുത്ത സ്ഥാനത്ത് നിൽക്കുന്നത്. സ്ഥാനമൊക്കെ 1, 2, 3 കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് വരുമ്പോൾ നമ്മുടെ സോഷ്യലിന്റെ മുൻപ് ഫിസിക്സ് ഉണ്ട് അല്ലെ? ഞാൻ പറഞ്ഞു ഫിസിക്സിൽ കുറച്ചും കൂടെ ഇപ്പം പണിയായിട്ട് തുടങ്ങുന്നുണ്ട്. യെസ്, സോഷ്യലിനേക്കാൾ അധികം ഫിസിക്സിൽ A+ വന്നു എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ നോക്കുന്ന സമയത്ത് സോഷ്യലിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. യെസ്, നെക്സ്റ്റ് വരുന്നത് കെമിസ്ട്രി. ഏറ്റവും കുറച്ച് കുട്ടികൾക്ക് A+ കിട്ടിയത് നമ്മുടെ സ്വന്തം സബ്ജക്റ്റിലാണ്. അത് തന്നെ മാത്തമാറ്റിക്സിൽ 59,100. അത് കാലകാലമായി നടക്കുന്ന ഒരു സമ്പ്രദായം, അതുകൊണ്ട് മാറുന്നില്ല. മാത്സിൽ എന്തുകൊണ്ടാണ് ഇത്രയും കുട്ടികൾക്ക് A+ കുറയുന്നത്? പക്ഷേ എന്താണ് അത് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ് ഈ പറയുന്ന മാത്തമാറ്റിക്സിൽ എന്തുകൊണ്ട് മാർക്ക് A+ന്റെ എണ്ണം കുറയുന്നു എന്നുള്ളതാണ്. മാത്തമാറ്റിക്സിന്റെ ഒരു വിഷയത്തിലേക്ക് മാത്രം നമ്മൾ സ്പെസിഫിക് ആയിട്ട് വരികയാണെങ്കിൽ സാറേ, നമുക്ക് മാത്തമാറ്റിക്സ് നടക്കുന്നത് എക്സാം നടക്കുന്നത് എത്ര മാർക്കിലാണ് സാറേ? ഔട്ട് ഓഫ് 80 നമുക്ക് എക്സാം. ഔട്ട് ഓഫ് 80 നമുക്ക് എത്ര മാർക്ക് കിട്ടിയാൽ A+ കിട്ടും? ഏത് പരീക്ഷ കറക്റ്റ് പറയണം? ഓണപരീക്ഷയാണോ, ക്രിസ്മസ് എക്സാം, അങ്ങനെ ഓരോ സ്പെഷ്യൽ ആണോ? എനിക്ക് സ്പെഷ്യൽ വേണം, സ്പെഷ്യൽ ആയിട്ട് കിട്ടും, നിർബന്ധമായിട്ട് കിട്ടും. ഓണം എക്സാമിന്റെ ആദ്യം പറയും. ഓണം എക്സാം ആണെങ്കിൽ 72 മാർക്ക് വേണം. അപ്പൊ SSLC മെയിൻ എക്സാമിനോ? മെയിൻ എക്സാമിന് 72 വേണ്ടേ? അതെന്തുകൊണ്ടാണ് 70 മാർക്ക് കിട്ടി? അത് എന്തുകൊണ്ടാണ് സാറേ? എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർക്ക് സീയുടെ മാർക്കും കൂടെ ചേർത്താണ് നമുക്ക് റിസൾട്ട്. മക്കളെ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൽ A+ വാങ്ങാൻ മെയിൻ എക്സാമിന് വെറും 70 മാർക്ക് മതി. 72 ഫുൾ മാർക്ക് വാങ്ങണം കേട്ടോ. നിങ്ങൾ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്താൽ. പക്ഷേ നിങ്ങൾ ഇപ്പോൾ അതിനെ കുറിച്ച് ബോധേഡാവേണ്ട. കാരണം ഓണം എക്സാമിന് നിങ്ങൾക്ക് A+ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് വേണം സാറേ? 72 മാർക്ക്. നിങ്ങൾ 72 തന്നെ. 72 പഠിക്കുന്ന സമയത്ത് 72 വേണ്ടി പഠിക്കരുത്. 80 ഔട്ട് ഓഫ് 80 അതിന് വേണ്ടി തന്നെ ആയിരിക്കണം പ്രിപ്പറേഷൻ പോകേണ്ടത്. 80 ഔട്ട് ഓഫ് 80 പഠിച്ചാൽ മാത്രമേ നമുക്ക് മാത്തമാറ്റിക്സിന്റെ ഓണം എക്സാമിന് A+ലേക്ക് എത്താൻ പറ്റും. തീർച്ചയായിട്ടും. മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, കൃത്യമായിട്ട് ഡെയിലി നിങ്ങൾ പഠിക്കാൻ ഒരു പ്രത്യേക സമയം ശരിക്കും മാത്തമാറ്റിക്സിന് കൃത്യമായിട്ട് പറഞ്ഞാൽ, ഞാൻ സാധാരണ പിള്ളേരോട് പറയാം, ഒരു 45 മിനിറ്റ് ഡെയിലി വർക്ക്ഔട്ട് ചെയ്യാൻ, മാത്സ് മാത്രം. അത് പിറ്റേന്ന് മാത്സ് പരീക്ഷ ഉണ്ടാവണോ, മാത്സ് ചോദ്യം ചോദിക്കില്ല, ഒന്നും വേണ്ട. മാത്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ചെയ്ത് പഠിക്കാൻ ഡെയിലി. ഞാൻ അതിൽ പറയുന്ന മറ്റൊരു കാര്യം കൂടിയാണ്, ഡെയിലി ഒരു 2 ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം നിങ്ങൾ കാണാതെ പഠിക്കണം. പുതിയ ക്വസ്റ്റ്യൻസ് പഠിക്കണം. അപ്പൊ 2 ക്വസ്റ്റ്യൻ എങ്കിലും കുട്ടികൾ പുതുതായിട്ട് പറഞ്ഞ പോയിന്റ് മനസ്സിലാക്കണേ. ക്വസ്റ്റ്യൻ പഠിക്കണം, ആൻസർ പഠിക്കല്ല. പുതിയ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻസ് തമ്മിൽ കമ്പയർ ചെയ്യുക. ചേഞ്ച് ഉണ്ടോ, വെറൈറ്റി ആണോ, നമ്മൾ സാധാ പഠിച്ച സ്ഥിരം ടൈപ്പ് അല്ല. ശരിക്കും പറയുകയാണെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് ഫസ്റ്റ് ചാപ്റ്റർ ഒരു അഭിപ്രായത്തില് ഒരു 10 ചോദ്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അതിലെ മുഴുവൻ കോൺസെപ്റ്റും ക്ലിയർ ആക്കാൻ പറ്റും.
ഇതുപോലെ ശരിക്കും ആ 10 ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് കുട്ടി എന്താവുക എന്നുള്ളതാണ്, അവിടേക്ക് ചെയ്ത് എത്തുക എന്നുള്ളതാണ്. അതിന്റെ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇവര് ക്വസ്റ്റ്യൻ ഇടുന്ന ഒരു ലെവലിലേക്ക് ഇവര് മാറും. ഒരു കോൺസെപ്റ്റ് കിട്ടിയാൽ ഇതിനെ ബേസ് ചെയ്ത് പ്രഡിക്ഷൻ നടത്തും. കുട്ടികളെ പ്രഡിക്ഷൻ നടത്തും. കുട്ടികളെ പ്രഡിക്ഷൻ നടത്തുന്ന നിങ്ങൾ നടത്തുന്ന പ്രഡിക്ഷൻ എക്സാം പേപ്പറിൽ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് വരും. വരടാ സംഭവിക്കും. നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഈ ഭാഗത്ത് നിന്ന് ഇന്ന ചോദ്യമായിരിക്കും വരിക. അതാണ് അതിന്റെ പോയിന്റ്. നമ്മളെ ടീച്ചേഴ്സ് ആണെങ്കിലും ഇപ്പൊ ക്ലാസ്സുകളിലൊക്കെ നടത്തുന്ന പ്രഡിക്ഷൻസും നമ്മുടെ ചാനലിലൊക്കെ നമ്മൾ നടത്തുന്ന പ്രഡിക്ഷൻസും ഒക്കെ സാറേ എന്തിന്റെ ബേസിലാണ്? നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു എക്സ്പീരിയൻസിന്റെ ബേസിലാണ്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെ കഴിയണമെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അവർക്ക് A+ലേക്ക് എത്താനുള്ള ഒരു ഈസി ആയിട്ടുള്ള മാർഗമാണ് ഇതെന്ന് പറയുന്നത്. സോ നമുക്ക് അവസാനിപ്പിച്ചാലോ? തീർച്ചയായും. Signing off from Arginex. Bye bye. See you later. Bye bye.